അപ്പം ഇനി അടുത്തത് ഗുരുവായൂരപ്പൻ്റെ പൂജയാണ്. അത് അപ്പുവേട്ടനാണ് ചെയ്യുന്നത്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. സൂപ്പറായിട്ട് വരും. അത് നമ്മുടെ ഹരീഷാണ് നമ്മുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ഓഫ് വേദാരണ്യം ആയുർവേദ പ്രൈവറ്റ് ലിമിറ്റഡ്. മടിയോ എടുക്കാൻ മടിക്കരുത്, മടിക്കരുത്. ശമ്പട്ടം വരുന്നോ? മണ്ണിട്ടിട്ട് വെള്ളം സുബ്രോ ഇത് മണ്ണ് പിന്നെ മണ്ണിടും കഴിഞ്ഞിട്ടും തരാം. സ്റ്റാൻഡ് നിന്നോ സാധനം നിന്നോ, തുളസി നിന്നോ? ആ മഞ്ഞ കിട്ടും. ഒന്നുകൂടി
ചെറുത് താഴ്ത്തുന്നു. ഇവിടെ ഇവിടെ നമ്മുടെ കോളേജിൽ പഠിച്ചു ഇപ്പൊ കോട്ടയത്താണ്. ശരി പ്രവർത്തിച്ചു വരുന്ന ഡോക്ടർ ശ്രീ കിരൺ ആനന്ദ് കക്കാടിന്റെയും ഡോക്ടർ മാനസി കക്കാടിന്റെയും സ്വപ്ന പദ്ധതിയായ വേദാരണ്യം ആയുർമന പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനാണ് നമ്മളെല്ലാവരും സൗഖ്യം വരും സത്യമാം സ്നേഹം പുണ്യമാരും സത്സംഗത്തിലുദിച്ചിടും പെരുമയാർന്നുള്ളൊരു സൽസന്തതി പാരമ്പര്യമതാർന്നു നന്മ തെളിയാൻ നാം ഒന്നുറച്ചിടണം. വാദം പിത്തകഭാതികൾ മിതമുടെ വർത്തിക്കണം. ഭൂവിതിൽ ചേർന്നിടേണമിതൊക്കെയും ബഹുവിധം മാതാപിതാക്കൾക്കുമേ നാഗത്തിൽ പല മുട്ടിലുണ്ട് സുഹൃതം ചെയ്തോർക്കുവാഴാനിടം. നാട്യം ചൊല്ലിടുമാട്ട കൗതുകമതും നേരായ നാരിന്നുമേ. അഭിലാഷമായ വേദാരണ്യം ആയുർമന എന്ന ആയുർവേദ ആശുപത്രി ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഈ ആശുപത്രിയുടെ ഉദ്ഘാടന കർമ്മവും
ലോഗോ പ്രകാശനവും നിർവഹിക്കുന്നത് നമുക്ക് പ്രിയങ്കരനായ MLA ശ്രീ നജീബ് കാന്തപുരമാണ്. അദ്ദേഹത്തെ പിന്തുണ, അതുപോലെ തന്നെ അദ്ദേഹം ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ, ഇതൊക്കെ തന്നെ വളരെ സന്തോഷത്തോടെ നന്ദിയോടെ ഞങ്ങൾ ഓർമ്മിക്കുകയാണ്. ഇന്ന് ഈ ഉദ്ഘാടന കർമ്മങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു സൗജന്യ ചികിത്സാ ക്യാമ്പ് നടക്കുന്നുണ്ട്. ഇവിടെ ആദരവ് പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹമാണ് നമ്മുടെ ചികിത്സാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത്. എന്ന് കരുതിയതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ശരീരഘടനയോട് ഇണങ്ങിച്ചേരുന്ന, നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന, നമ്മൾ ജീവിക്കുന്ന സാമൂഹ്യ ആവാസ വ്യവസ്ഥയോട് ചേരുന്ന ചികിത്സകളാണ് മനുഷ്യന് കൂടുതൽ ഫലം. ശ്രീ ഡോക്ടർ കിരൺ നമ്പൂതിരി, അങ്ങേരെ മിസ്സസ് ഡോക്ടർ മാനസി, എല്ലാവർക്കും എൻ്റെ നന്ദി. സ്ഥാനത്തിൽ തന്നെ മാതൃകയായി പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ഒന്ന്, ബ്രെയിൻ ട്യൂമറിൽ ആയുർവേദത്തിൻ്റെ സാധ്യതകളെ തേടി അതിന് ചികിത്സയുണ്ടെന്ന് കണ്ടെത്തി വിവിധ തരത്തിലുള്ള സുഖത്തിനും കൂടിയാണ്. പിന്നെ അസുഖം മാത്രമല്ല, അപ്പൊ അതും കൂടി നമുക്ക് പ്ലാൻ ചെയ്യാൻ പരിപാടി കഴിഞ്ഞിട്ടില്ല. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ MLA മൊമെന്റോ നൽകി ആദരിക്കുന്നതിനായി ഡോക്ടർ ബാബു മുണ്ടേക്കാടിനെ ക്ഷണിക്കുന്നു. ഇപ്പോൾ തന്നെ ഡോക്ടർ ശ്രീ കിരൺ ആനന്ദിന്റെ അമ്മാവനായിട്ടുള്ള സേതുമാധവൻ നമ്പൂതിരിപ്പാട് ഒരു വീൽചെയർ സംഭാവന ചെയ്യാമെന്ന് അറിയിച്ചിരുന്നു. ആ കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിച്ചാൽ ഒറിജിനൽ ആയിട്ടുള്ള വസ്തുക്കളിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും, നല്ല മരുന്നുകൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് നമുക്ക് ഈ സംരംഭത്തെ നമ്മൾ കൂടി ഒരു കൈത്താങ്ങ് കൊടുക്കാൻ സാധിക്കും. അത് നമുക്ക് നമ്മുടെ കൈ ക്ഷീണിക്കില്ല, അത് ഉറപ്പാണ്. ഇപ്പം മാത്രം ചെയ്യാൻ വലിയ വേണ്ടി പറയാനുള്ളൂ. ഇവിടെ വന്നിരുന്ന എല്ലാ രോഗികളും വളരെ വേഗത്തിൽ സ്വാഭാവിക ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. നമസ്കാരം. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത ദുർഗാന്മയും ആശയാശേഷാൻ ആശുധന്വന്തരേ ഹരി. ഗുരുവായൂരപ്പൻ്റെയും ഗുരുകാരണവന്മാരുടെയും അച്ഛനമ്മമാരുടെയും സുഹൃത്തുക്കളുടെയും ബന്ധുമിത്രാദികളുടെയും എല്ലാവരുടെയും പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു സംരംഭം തുടക്കം കുറിക്കാൻ സാധിച്ചത്.
ഞാൻ അങ്ങനെ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിനെന്നെ സഹായിച്ച എല്ലാവരെയും ഈ ഇത്തരത്തിലുള്ള ഒരു വെഞ്ചർ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ചെയ്യാനുള്ളൊരു മനസ്സ് വന്നത്. അപ്പോൾ അച്ഛൻ്റെയും അച്ഛനമ്മമാരുടെയും മുത്തശ്ശനും ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ ആ വേണ്ടുന്ന രീതിയിൽ തന്നെ അത് ഉയർന്നു വരണം, ഒരു സ്ഥാപനമായിട്ട് തന്നെ ചെയ്യണം എന്നുള്ള ഒരു ഗൈഡൻസ് എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ അതായി വരാൻ താമസം കുറച്ചെടുക്കും, അങ്ങനെയാണല്ലോ. പക്ഷെ എന്നാലും അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം. അപ്പോൾ അത് ഈശ്വരന്മാരുടെ അനുഗ്രഹം തന്നെ മാത്രമാണ്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ മുത്തശ്ശനൊക്കെ എപ്പോഴും പറയും, അതായത് ഓരോ കാര്യങ്ങളും മുത്തശ്ശൻ അപ്പോൾ ശ്രദ്ധിച്ച് പറയാം, ആ കാര്യം എന്തായി, ഈ കാര്യം എന്തായി. ഇത്രയും പ്രായമായ മുത്തശ്ശൻ ഇത്രയധികം കാര്യങ്ങളിലെ ഒരു അവഗാഹം, അതായത് ഒരു സ്ട്രക്ചർ ബിൽഡിങ് പണിത് വരുമ്പോൾ അതിൻ്റെ ഘട്ടങ്ങൾ, ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ വ്യക്തമായ ധാരണ മുത്തശ്ശനുണ്ട്. അങ്ങനെ ഒരുപാട് പഠനങ്ങളായിരുന്നു ശരിക്കും പറയുക വെച്ചാൽ ഈ ഒരു കെട്ടിടം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും എല്ലാവരുടെയും ആ സപ്പോർട്ടും ഭയങ്കരമായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ എഞ്ചിനീയറായിട്ടുള്ള ശ്രീനാഥ് ആണ് ഫുൾ ഇതിൻ്റെ ആർക്കിടെക്ട് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ ആവണം, അതിൻ്റെ ഒരു ഷേപ്പ്, സ്ട്രക്ചർ, നടുമിറ്റം, ഈ കാര്യങ്ങളെല്ലാം വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് ചെയ്തു തന്നു. നമുക്ക് നമ്മുടെ സജഷൻസ് ഉണ്ടായിരുന്നു, അതിനനുസരിച്ച് അയാളത് വർക്കൗട്ട് ചെയ്ത് നമ്മൾ വിചാരിച്ച രീതിയിൽ അതെത്തി. പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടെ നമ്മളെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിരിക്കുന്ന ബഷീർക്കാണ് നമ്മുടെ ഓൾ ഇൻ ഓൾ. എന്ത് കാര്യം പറഞ്ഞാലും നമുക്ക് ആ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ആ ഒരു ബഷീർക്കെ ഞാൻ ഈ സമയത്തൊന്ന് സ്മരിക്കുകയാണ്. അദ്ദേഹത്തിനെ വിളിക്കാൻ തോന്നി. ഞാൻ അവിടെ പോയി ധന്വന്തരിയുടെ മുമ്പിൽ ദാമോദരമ്മാവനും അവിടെ ഉണ്ടായിരുന്നു. അമ്മാവൻ വർഷങ്ങളായിട്ട് അമ്പലത്തിലെ മേശാന്തി ആയിരുന്നു. അപ്പോൾ അമ്മാവനും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പഠിക്കുന്ന കാലത്തും അമ്മാവൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അമ്മാവൻ്റെ കൂടെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾ. അപ്പോൾ ആ ഒരു പരിപാടിയിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം വിളിച്ചു. അതിന് കാരണഭൂതനായത് നമുക്ക് എന്നും എപ്പോഴും സപ്പോർട്ടായിട്ടുള്ള ഉണ്ണികൃഷ്ണൻജിയാണ്, ഉണ്ണികൃഷ്ണൻ വാര്യർ. അദ്ദേഹം കാരണമാണ് ദേവിദാസ് വാര്യരും ഇത്രയൊരു ബന്ധം വീണ്ടും വരാൻ സാധിച്ചത്. കാരണം ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ കൃഷ്ണകുമാർജി ആയിരുന്നു മെയിൻ MD. അപ്പോൾ അദ്ദേഹത്തിനെയാണ് നമ്മൾ കൂടുതൽ കണ്ടിരുന്നത്. എപ്പോഴും ഉണ്ണികൃഷ്ണൻജിയെ കണ്ടു. പക്ഷേ ദേവിദാസ് വാര്യർജി അത്രയും വെൽക്കമിങ് ആയിട്ടാണ് എന്നോട് പറഞ്ഞത്.
അത് ശരി ആരാത് എല്ലാരും എപ്പോഴും ചോദിക്കണം നമ്മുടെ ആളാണ്. നമ്മുടെ വേദാരണ്യത്തിൽ വന്നിട്ടുണ്ട്. വേദുട്ട അപ്പൊ പ്രാർത്ഥിക്കണം കേട്ടോ, നന്നായി വരാൻ വേണ്ടി. എല്ലാരും വരണേ പറയും. പറയൂ, എല്ലാരെയും പ്രാർത്ഥന ഉണ്ടാവണേ. ഇനി ഒരു ഉമ്മയും തരും. വേദാരണ്യത്തിൽ വേദൂട്ടൻ. മമ്മ കഴിച്ചിട്ട് നമ്മുടെ ക്യാമ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ഫുൾ സപ്പോർട്ടായി കട്ടക്ക് കൃഷ്ണൻ ഉണ്ടായിരുന്നു. കൃഷ്ണൻ അങ്ങനെ പോവാണ് കോട്ടയത്തേക്ക് തിരിച്ചു പോവാ. ദിലീപ് ജി, ചേച്ചി, നല്ല പണിയായിരുന്നു അല്ലേ. ഇനി കുറെ പണികൾ തരാനുണ്ട് അല്ലേ ഞങ്ങൾക്കും തിരിച്ചു. വളരെ വളരെ സന്തോഷം. അതുപോലെ ശരിയാ. അതെ അതെ അതെ. അപ്പൊ ഇനിയും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഗൈഡൻസ്